ചില സാധനങ്ങളുടെയൊക്കെ വില നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്കല്ല പ്രശ്നം, മറ്റു ചിലർക്കാണ് പ്രശ്നം. അപ്പോൾ അതെന്താണെന്ന് എന്താണ് സംഭവിച്ചതെന്നും പറയാം. ഇത് നമ്മളൊക്കെ പരിചയപ്പെടുത്തിയിരുന്ന ബോർഡാണ്. അതായത് ഇതും 100 വാട്ട്സ് ആണ്, ഇതും 100 വാട്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ബോർഡുകളാണ്. ഇതേപോലത്തെ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ കപ്പാസിറ്റേഴ്സ്, ഇപ്പോൾ പുതിയ ബ്ലൂടൂത്ത് പാനലുകൾ വരുമ്പോൾ പുതിയ എന്തെങ്കിലും തരം ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അടുത്ത് ലാസ്റ്റ് പരിചയപ്പെടുത്തിയ ഒരു ടൈപ്പാണ് RBL പ്ലസ് VAയുടെ സാധനങ്ങൾ, ഷോഗറിൻ്റെ സാധനങ്ങൾ, SD ഓഡിയോ തിരുവനന്തപുരം. അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ആദ്യകാലത്ത് ഞാൻ വില പറയാറില്ലായിരുന്നു. സാധനം മാത്രം പരിചയപ്പെടുത്തും, അതിൻ്റെ വിലക്ക് വാട്സപ്പ് നമ്പർ, അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് വന്നിരുന്ന കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വില പറയണം, എന്നാലേ ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ വാങ്ങണ്ടേ എന്നുള്ളത് അതായത് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമാണ്. ലാസ്റ്റ് പിന്നെ ഞാൻ ഈ ഒരു ബോർഡ് എനിക്ക് തരുവാണെങ്കിൽ ഇതിൻ്റെ വില എത്രയ്ക്കാണ് കസ്റ്റമർക്ക് നേരിട്ട് അവർക്ക് വെക്കുന്നതെന്ന് ചോദിക്കും. എനിക്കറിയണമല്ലോ, ആരെങ്കിലും എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് പറയണമല്ലോ എത്രയാണ് വില എന്ന്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പറയാൻ പറ്റില്ല, അത് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിക്കും. ആ കൂട്ടത്തിൽ ചോദിക്കും, ഞാൻ വില പറയണോ, വീഡിയോയിൽ വില പറയണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വീഡിയോയിൽ വില പറയുന്നതിന്? അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്താ വില പറയുന്നതിന് അല്ലേ? അവരുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന വില ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു, നിങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ വില കൂടി ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, ചിലപ്പോൾ ഫ്ലാഷ് ചെയ്യും, ചിലപ്പോൾ ഞാൻ തന്നെ പറയും. അങ്ങനെ വില അറിയിക്കുന്നു. വില അറിയുമ്പോൾ അതിനോട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ, ആ ബോർഡ് ഇപ്പോൾ കാണുമ്പോൾ ആ കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിയാൽ, അവർക്ക് ചിലപ്പോൾ ആ വിലയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാവ് ഫാക്ടർ വരും, അയാളത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ വിലയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നമ്പർ ചിലപ്പോൾ അന്നേരം വാങ്ങിയില്ലെങ്കിലും ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ആഴ്ചക്കുള്ളിൽ ആ നമ്പർ സേവ് ചെയ്തേന്ന് അവരെ കോൺടാക്ട് ചെയ്ത് ആ സാധനം വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ വില അറിയില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ 2500, ഇപ്പോൾ ഇതിന് 1000 രൂപയാണെന്ന് വിചാരിക്കുക. 2500, ചിലപ്പോൾ 3000 ആയിരിക്കും, ചിലപ്പോൾ 5000 ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. ആ ഒരു തരം അന്താളിപ്പുണ്ടാവും. ഇതിപ്പോൾ എത്ര ആയിരിക്കും വില? ഇനി വിളിച്ച് വെച്ചിട്ട് ഏറിയ വിലയാണെങ്കിൽ അത് വാങ്ങണോ വേണ്ടിയില്ലേ, അല്ലെങ്കിൽ വാങ്ങണം അത് ചോദിച്ചാൽ അവർക്ക് പിന്നീട് നമ്മൾ വിളിക്കുമ്പോൾ ഈ വില എൻക്വയറി മാത്രമായിരിക്കുമോ, അങ്ങനത്തെ ഉള്ള ആ ചിന്തകളൊക്കെ കാരണം അധികം ആളുകളും കോണ്ടാക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ വില പറയാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതായത് അങ്ങനെയാണ് ഞാൻ വില പറയട്ടെ എന്ന് ചോദിക്കുന്നത്. ഇതിപ്പോൾ ഒരാൾ തരുമ്പോൾ അവരോട് തന്നെ ചോദിക്കാൻ, ഞാൻ വില ഡിസ്പ്ലേ ഇട്ടെ, അപ്പോൾ അവർ ഓക്കെ പറഞ്ഞാൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്കാണോ, ഈ വീഡിയോ ചെയ്യുന്ന എനിക്കാണോ, ഈ വീഡിയോയിലൂടെ അത് കാണുന്ന നിങ്ങൾക്കാണോ? അല്ല, വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, അവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. അവർക്ക് ആ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ എൻ്റെ നേരെ അത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. റിയാക്ട് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് പ്രാവശ്യം റിയാക്ഷൻ, പല പ്രാവശ്യമായിട്ട് റിയാക്ഷൻ. ഞാൻ നേരിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അത് അങ്ങനെ അടിപിടിയൊന്നുമല്ല, നമ്മളത് അന്നേരം സോൾവ് ആക്കും. ഓക്കെ, നമ്മൾ വില ഒഴിവാക്കി തരാം. അങ്ങനെ പല വീഡിയോസിലും ഞാൻ ഡിസ്പ്ലേ ചെയ്ത വില ഒഴിവാക്കി, ചില വീഡിയോസിൽ വില ബ്ലർ ചെയ്തു. ഇപ്പോൾ ഫേസ്ബുക്കിലിട്ടതിന് അങ്ങനത്തെ എഡിറ്റ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കും, അല്ലെങ്കിൽ അവിടെ ആ വീഡിയോ തന്നെ ഇതാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് രണ്ടാമത് റീ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥയാണ് ഫേസ്ബുക്കിലുണ്ടാവുക. യൂട്യൂബിൽ ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് അതൊക്കെ ഒഴിവാക്കി മാറ്റാം. അങ്ങനെ പലതിലും ചെയ്തിട്ടുണ്ട്. പണ്ട് ചെയ്തിരുന്ന ബഫറിൻ്റെ സർക്യൂട്ട് വരെ ഞാൻ ഇപ്പോൾ ബ്ലർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ബഫർ ആകുമ്പോൾ പരിചയപ്പെടുത്തിയ സർക്യൂട്ട് ഭീഷണികളായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ബ്ലർ ചെയ്ത്, ഭീഷണി പേടിച്ചിട്ടല്ല, അതായത് നാട്ടിലെ നടപ്പ് മനസ്സിലാക്കിയിട്ട്, അതായത് ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരേണ്ട എന്ന നിലക്കാണ് അത് ചെയ്യുന്നത്, അല്ലാതെ ആരെയും പേടിച്ചിട്ടോ മറ്റൊന്നല്ല. കാരണം അത് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് പബ്ലിഷ് ചെയ്ത അവർക്ക് പോലും അത് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഇത് വില ഇടുകയാണെങ്കിൽ നിങ്ങളെ കച്ചവടം ഞങ്ങൾ പൊട്ടിക്കും. നിങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ ആ വീഡിയോ ഒഴിവാക്കണം, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ മറ്റൊരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോയിൽ പറഞ്ഞ വില തെറ്റായിരുന്നു, ഇതാണ് വില എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തണം. അതുകൂടാതെ ഈ വീഡിയോനകത്ത് ഇതിങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. പിന്നെന്താ, അങ്ങനത്തെ പല തരത്തിൽ. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ സാധനം എടുക്കാൻ പോയി, അവിടെ നിന്ന് ഞെട്ടിക്കൽ ഭീഷണി ഉണ്ടായി. അതേപോലെ പിന്നീടുണ്ടായ ഇത് കുറച്ച് സൗണ്ട് ഉണ്ടായി. അതായത് എന്നോട് ദേഷ്യപ്പെട്ട്, അതായത് അവർ എന്നെ ശരിക്കും പറഞ്ഞാൽ തല്ലാനുള്ള നിലക്കാണ് നിന്നത്. ഞാൻ കട്ടക്ക് നിന്നതുകൊണ്ട് അവർ തല്ലാതെ പോയി, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവിധ സൗണ്ടും അവിടെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്ന് തടി കേടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ഇനിയിപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ മോശമായിരിക്കും. അത് നമ്മളെ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ കാറ്റഗറിക്ക് തന്നെ ചിലപ്പോൾ മോശം വരും. അതുകൊണ്ട് എന്നാലും ഞാനൊരു വളച്ചൊടിച്ച് പറയാം. അതായത് അങ്ങനെ ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഇനി വില പറയില്ല. വില
ആരാണോ ആ സാധനം ഈ ബോർഡ് എനിക്ക് തരുന്നത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഉണ്ടാവും. നിങ്ങൾ അതിലേക്ക് വിളിച്ച് നോക്കിയിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ നേരിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ വില പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ പറയാനുള്ളത്, അതായത് വിലയിടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വിലയിടാൻ വളരെ പ്രയാസമുണ്ട്. ഇനി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വില നിങ്ങൾക്ക് വീഡിയോസിൽ കിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇനി വില ഇടുന്നില്ല, അതായത് പ്രോഡക്റ്റിൻ്റെ വില. അതിൻ്റെ പേരിൽ നാട്ടിൽ മോശം അഭിപ്രായം എന്നെ പറ്റി മറ്റുള്ളവർ പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അത് എനിക്കും ബുദ്ധിമുട്ടല്ലേ? ആ അഭിപ്രായം പല രീതിയിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് അവർക്ക് അത് പിന്നീട് കച്ചവടം ചെയ്താൽ ലാഭം കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വില പബ്ലിഷ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്നാണ് എന്നോട് പറഞ്ഞുള്ളത്. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഈ ബോർഡ് വെച്ച് ഒരു ആമ്പ് ചെയ്താൽ ആ ആമ്പ് ഇത്ര വിലക്കാണ് അവർ വിൽക്കുന്നത് എന്ന് വിചാരിക്കുക, ഇന്ന വില. അപ്പോൾ ഇത് അഴിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ബോർഡ് കാണുന്നു, ഈ ബോർഡ് ഈ ഒരു വീഡിയോയിൽ കണ്ടല്ലോ, അതിന് എത്രയാണ് വില. അപ്പോൾ പിന്നെ ഈ ആമ്പിന് എന്താണ് ഇത്ര വില എന്നുള്ള ആ ഒരു ഇതിലേക്ക് ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ പ്രോഡക്റ്റുകളുടെ ബിസിനസ് നശിപ്പിക്കുന്നത് എന്നെപ്പോലുള്ള വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണ് എന്നുള്ളതാണ് ഡയറക്റ്റ് എന്നോട് പറഞ്ഞുള്ളത്. ഈ വീഡിയോ ഇപ്പോൾ അവർ കാണും എന്ന് എനിക്കറിയാം. നമ്മൾ കട്ടക്ക് നിന്നുകൊണ്ടാണ് അടി കിട്ടാതെ കഴിച്ചിലായതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതുപോലെ കട്ടക്ക് നിൽക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പണായിട്ട് ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളതും നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ നാളെ തന്നെ വരും. അപ്പോൾ കൂടുതൽ ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.